കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു കൃഷ്ണ. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അടുത്ത് ഇടപഴകാനുള്ള ഒരവസരവും ഏതൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും കാറ്റിലും വേഗത്തിലാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ പുതുതായി ഉണ്ടായ വികാരങ്ങളെയൊക്കെ വേർതിരിച്ച് കണ്ടുപിടിക്കാനോ ഒന്നും ആമ്പലിനും സമയം കിട്ടിയില്ല. അതിനുള്ള ഏറ്റവും വലിയ കാരണം സ്കൂളിലേക്ക് പുതിയ ഇൻചാർജായി വന്ന പ്രിൻസിപ്പൽ മാഡത്തിന്റെ കൈകടത്തലാണ്. സ്കൂളിൽ എടുക്കുന്ന ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മാഡം പാരലായി എൻട്രൻസിന്റെ കോച്ചിങ് കൂടി സാറന്മാരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഓഫ് പീരീഡും എക്സ്ട്രാ അവേഴ്സും ഒക്കെയായി കുട്ടികൾ ആകെ തിരക്കിലായി. ആദ്യം ഇങ്ങനെ ഒരു കാര്യം PTA മീറ്റിംഗിൽ പ്രിൻസിപ്പൽ മാഡം പറയുമ്പോൾ ടീച്ചേഴ്സിൽ പലർക്കും അതുപോലെ തന്നെ പേരൻസിലെ കുറെ പേർക്കുമൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ടീച്ചർമാരുടെ സഹകരണം. നന്നായി പഠിക്കുന്ന കുട്ടികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എൻട്രൻസ് ക്ലാസ് തുടങ്ങാം എന്നുള്ള ടീച്ചേഴ്സിന്റെ ഐഡിയയെ ആദ്യം തന്നെ നിരാകരിച്ചുകൊണ്ട് ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ എൻട്രൻസ് പഠനം വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് മറ്റൊന്നിനുമായിരുന്നില്ല. സാധാ പഠിക്കുന്നതിനൊപ്പം എൻട്രൻസിന്റെ ട്രെയിനിങ് കൂടി കിട്ടിയാൽ ആവറേജ് സ്റ്റുഡൻസിനാണെങ്കിൽ പോലും അത് അവരുടെ +2 എക്സാമിനെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും എന്ന് ടീച്ചർ ഉറച്ചു വിശ്വസിച്ചു. ടീച്ചറിന്റെ ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന പോലെയായിരുന്നു ക്രിസ്മസ് എക്സാമിന് പിന്നീട് വന്ന മോഡൽ എക്സാമിനുമൊക്കെ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഫൈനൽ എക്സാം എത്തി. എക്സാമിന്റെ ടൈം ടേബിൾ എത്തിയപ്പോൾ മുതൽ ടീച്ചറും മാഷുമൊക്കെ ഈവനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ പിന്നെ അതുവരെ വൈകുന്നേരം വരെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ രാത്രി കൂടി അവിടെയായി. ഉറങ്ങാൻ മാത്രം സ്വന്തം വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിൽ ആമ്പലൂർ രമ്യയും രാത്രിയിലെങ്കിലും വീട്ടിൽ പോകുമെങ്കിലും ആസി നൗഫിമിനെ ടീച്ചറുടെ വീട് സ്വന്തം വീട് പോലെ കണ്ട് ഊണും ഉറക്കവും വരെ അവിടെയാക്കി ഇപ്പോൾ അവിടാണ് താമസം. അങ്ങനെ ആദ്യം തുടങ്ങിയത് ഇംഗ്ലീഷ് ആയിരുന്നു. അതുവരെ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതോടെ കുട്ടികൾക്കൊക്കെ അല്പസ്വല്പം ആത്മവിശ്വാസം വന്നു തുടങ്ങി. 2 ദിവസം കഴിഞ്ഞെത്തിയ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമും അതുപോലെ തന്നെ എളുപ്പമുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത തിയറി എക്സാമായ കെമിസ്ട്രി 6 ദിവസം കഴിഞ്ഞായിരുന്നെങ്കിലും യഥാക്രമം 2ന്റെയും 4ന്റെയുമാണ് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പ്രാക്ടിക്കലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. ഇനി 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ എക്സാം എന്നൊരു ചടവോടെയാണ് കുട്ടികൾ അന്ന് ട്യൂഷനോടെ എത്തിയത്. ഇനി തുടർന്നുള്ള എല്ലാ എക്സാമിന്റെയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചർ കുട്ടികളെ എല്ലാം പറഞ്ഞു വിടുകയും ചെയ്തു. അന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഏതും കയറിയിരുന്നില്ല. ചെറിയൊരു പനിക്കോള് തോന്നി തലേന്ന് മെഡിസിൻ എടുത്ത് കിടന്നവൻ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റില്ല എന്ന് പറയുന്നതാകും നേര്. ഏകദേശം 10-11 മണിയായി അവൻ എഴുന്നേൽക്കാൻ തന്നെ. കുളിച്ചിറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് മുറിയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടത്. പതിവില്ലാത്തതാണെങ്കിലും എന്തോ ഒരു മാത്ര അവന്റെ മനസ്സ് പഴയ ഏതോ ഓർമ്മയിൽ ഒന്ന് ഉടക്കി. പെട്ടെന്ന് ടീഷർട്ട് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന രമ്യയാണ്. സംശയത്തോടെ ചുരുങ്ങിയ കണ്ണുകൾ സ്പെക്സിൽ മറയ്ക്കുമ്പോഴും അവന്റെ നോട്ടം അവളിൽ നിന്നും മാറിയില്ല. എന്താ രമ്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് വെച്ചാൽ പ്രശ്നം പഴയ തന്നെയാണ് സർ. എന്താ അമലുവിന്റെ പുതിയ പ്രശ്നം? ടെൻഷനാണോ? ചിലപ്പോൾ കൂടുതൽ വിശീകരണം ഒന്നുമില്ലാതെ പരസ്പരം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെല്ലാം എത്തിയതുകൊണ്ടാവും. രമ്യ പറഞ്ഞു വന്ന കാര്യം അവളേക്കാൾ മുന്നേ ഏതിന് മനസ്സിലായിരുന്നു. ഇതിപ്പോ ടെൻഷൻ തന്നെ, പക്ഷെ പഠിത്തത്തെ പറ്റി അല്ലെന്ന് മാത്രം. അത് കേൾക്കെ അവൾക്കൊപ്പം നടന്നു വന്നവൻ കസേരയിലേക്ക് ഇരുന്ന് എതിർവശത്തായി അവളെയും ഇരുത്തി. അശോകൻ മാവന്റെ കുടുംബക്ഷേത്രത്തിൽ ഏതാണ്ട് പൂജയോ വഴിപാടോ എന്തോ ഉണ്ട്. അതിന് അങ്ങോട്ട് പോണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവളുടെ അമ്മ. ഒരു പകലിന്റെ കാര്യമേ ഉള്ളുവെങ്കിലും അവൾ ഒന്ന് പോയിട്ട് വരട്ടെ. പഠിച്ചിരുന്ന ടെൻഷനിൽ നിന്നും ഒരു റിലാക്സേഷൻ ആവുമല്ലോ. ബെസ്റ്റ്, അവൾക്ക് അങ്ങോട്ട് പോകും എന്ന് കേൾക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ ടെൻഷൻ. ആരുടെയൊക്കെയോ മുഖങ്ങൾ ഓർത്തുകൊണ്ട് രമ്യ പെട്ടെന്ന് കയറി പറഞ്ഞു. എങ്കിൽ പിന്നെ പോണ്ടെന്ന് വെക്ക്. ആക്ച്വലി അതാണ് വേണ്ടത്. പക്ഷെ എന്ത് ചെയ്തിട്ടും മഞ്ജുമ്മ സമ്മതിക്കുന്നില്ല. നാളെയാണ് അവിടേക്ക് പോകേണ്ടത്. സാർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്തുമോ? അതിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അശോകൻ ചേട്ടന് ഇഷ്ടമാകുമോ? ആളുടെ വീട്ടിലെ ചടങ്ങല്ലേ. ഏതെങ്കിലും സംശയത്തോടുകൂടി ചോദിക്കുമ്പോഴും അമലുവിനെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കേണ്ട എന്ന് തന്നെയായിരുന്നു അവന്റെ മനസ്സിലും. അതൊന്നും പ്രശ്നമില്ല. സാറ് പഠിത്തത്തിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. മാമൻ പിന്നെ മാമിയെ നോക്കിക്കോളും. നോക്കാം. അല്ല, എന്നിട്ട് അമലു എവിടെ? അകത്ത് ടീച്ചറമ്മയുടെ കൂടെ ശോകമടിച്ചിരിപ്പുണ്ട്. ചിരിയോടെ രമു എഴുന്നേറ്റപ്പോൾ ഏതനും അവൾക്കൊപ്പം തന്നെ എഴുന്നേറ്റു. രണ്ടുപേരും കൂടി അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണുന്നത്
നൗഫിയുടെയും മാസിയുടെയും നടുക്കിരിക്കുന്നവളെയാണ്. യദു, നീ എഴുന്നേറ്റോ? എങ്ങനെയുണ്ടോ മോനെ പനി? ടീച്ചർ അടുത്തേക്ക് എന്ന് നെറ്റിയിലും കഴുത്തിലുമൊക്കെ തൊട്ട് ചോദിക്കുമ്പോൾ അതിലും വികൃതിയിൽ തന്റെ ഉത്തരം അറിയാൻ കാത്തു നിൽക്കുന്ന മിഴിക്കോണുകളെ കണ്ട് അവനൊന്ന് ചിരിച്ചു. കുറഞ്ഞു അമ്മ. ആഹാ, എങ്കിൽ കഴിക്കാം. ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ആഹാരം കുറച്ച് കഴിഞ്ഞു മതി. വിശക്കുമ്പോ പറയട്ടോ. ഓ, പറയാം. ടീച്ചറിനെ നോക്കിക്കൊണ്ട് ഏതന്റെ കണ്ണുകൾ പോയത് അമലുവിന് നേരെയാണ്. വന്നേ അമലു, നമുക്കൊന്ന് നടന്നിട്ട് വരാം. പെട്ടെന്നുള്ള അവന്റെ ആ വിളി കേട്ടതും അമലു ഞെട്ടിക്കൊണ്ട് ചുറ്റുമുള്ളവരെയാണ് നോക്കിയത്. പെണ്ണിന്റെ ആ പകപ്പ് പ്രതീക്ഷിച്ചിരുന്ന പോലെ ടീച്ചർ അവളെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും വേണ്ടിയില്ല. അവരൊക്കെ അവിടെ തന്നെ കാണുമല്ലോ, നീ എനിക്കൊപ്പം വന്നേ. അവൻ ഒന്നുകൂടി വിളിച്ചതും അവൾക്ക് പോകാതെ തരമില്ലെന്നായി. പെണ്ണ് ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും നോക്കി തലയാട്ടി മുന്നേ നടന്നുവെന്ന് കണ്ടതും പിന്നാലെ അവനും ചൂടുകൾ വെച്ചു. സാധാരണ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉമ്മറത്തേക്ക് പോകുന്നവൻ അന്ന് അടുക്കള വഴി പുറത്തേക്കാണ് ഇറങ്ങിയത്. അടുക്കളത്തോട്ടം കഴിഞ്ഞ് ഇച്ചിരി കൂടി മുന്നിലേക്ക് പോകുന്നത് മാന്തോപ്പിലേക്കാണ്. ഏതന്റെ മുറിയിൽ നിന്നും ജനാല തുറന്നാൽ കാണുന്ന അവന്റെ പ്രിയപ്പെട്ട ഇടത്തേക്ക് അവൻ നടന്ന് ഒരിത്തിരി എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഭൂമിക്ക് പോലും വേദനിക്കല്ലേ എന്ന് കരുതി നടന്നു വരുന്നവളെയാണ്. ഇച്ചിരി ഒച്ചയിലൊക്കെ നടക്കാമല്ലോ. വല്ല ഇഴജന്തുക്കളുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന ശബ്ദം കേട്ട് അത് വഴിമാറി പൊക്കോളും. അവൻ ഒത്തിരി ഉറക്കെ വിളിച്ചു പറഞ്ഞതും പെണ്ണ് ഭയന്നുകൊണ്ട് ഒറ്റ ഓട്ടത്തിലാണ് അവനടുക്കിലേക്ക് എത്തിയത്. ഒപ്പം അവൾ നടന്നു വന്ന കരിയിലപ്പാതയിൽ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. എന്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനെ ഭയപ്പെട്ട് നോക്കണ്ട. എന്തേലും ഇഴജീവികൾ ഉണ്ടെങ്കിൽ ഒച്ച കേട്ട് പൊക്കോട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതല്ലാതെ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്ര ഇങ്ങനെ അങ്ങ് പേടിച്ചു വിറയ്ക്കാൻ വേണ്ടി. തല ഒന്ന് കുടഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു എന്ന് പേടിയോടെ നിൽക്കുന്നവളുടെ കൈവിരലുകളിൽ വിരൽ കോർത്ത് അവൻ മെല്ലെ മുന്നോട്ട് നടന്നു. എന്തടി കാര്യം? സാർ എന്തിനിപ്പോ അവളെ കൊണ്ട് മാന്തോപ്പിലേക്ക് പോയത്? ഏതൻ വിളിച്ചോണ്ട് പോയതിനെ പറ്റി ചോദിക്കുകയായിരുന്നു ആസിയും നൗഫിയും. സാറ് വിളിച്ചോണ്ട് പോയതല്ലടാ അവളെ, ഞാൻ പറഞ്ഞിട്ട് സാറ് കൂട്ടിക്കൊണ്ടു പോയതാണ് അവളെ. കാര്യം പറഞ്ഞുകൊണ്ട് അവൾ ആസിയുടെ ഇപ്പുറത്തേക്ക് പാതകത്തിൽ കയറിയിരുന്നു. അശോകന്റെ നാട്ടിൽ പോകുന്ന പ്രശ്നമാണോ മോളെ? കഴിഞ്ഞ ദിവസം പോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവളുടെ വാക്കുകളെ ഓർത്തുകൊണ്ട് അവർ രമ്യയോട് തിരക്കി. ആ ടീച്ചറമ്മേ, അവൾക്ക് അവിടേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. എങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുപോകണ്ട എന്ന് കരുതിയാൽ പോരെ മഞ്ജുമ്മയ്ക്ക്. ഇതല്ല, അവളെ കൊണ്ടുപോയേ പാടുള്ളൂ എന്നൊരൊറ്റ കാലിൽ നിൽപ്പാണ്. ഒന്നാമത് പരീക്ഷ ആലോചിച്ചുള്ള ടെൻഷൻ തന്നെ അവൾക്ക് ആവശ്യത്തിലധികമാണ്. അതിന്റെ കൂടെ ഇപ്പൊ ഇതും കൂടെ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രിൻസിപ്പൽ മാഡം അറേഞ്ച് ചെയ്ത ടെൻഷൻ റിമൂവിംഗ് കൗൺസിൽ ഒക്കെ കൊണ്ട് പെണ്ണ് ഒരുവിധം ഓക്കെ ആയിരുന്നതാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മ തന്നെ ഇറങ്ങിയേക്കുക. രമ്യയ്ക്ക് മഞ്ജുവിനെ എത്രയൊക്കെ തവണ പറഞ്ഞിട്ടും ദേഷ്യം അങ്ങോട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ മോളെ വീട്ടിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ട പൂജ വല്ലതുമായിരിക്കും. അതാകും മഞ്ജു ഇത്ര കട്ടായം പിടിക്കുന്നത്. ആ ബെസ്റ്റ്. അങ്ങനെ എല്ലാവരും വരേണ്ടതാണെങ്കിൽ എന്താ അഞ്ജു ചേച്ചി വരാത്തത്? ആ ആ പറഞ്ഞ നേരാണല്ലോ. മൂത്ത കൊച്ചും വരേണ്ടതല്ലേ? അതാ ടീച്ചറമ്മേ പറഞ്ഞത്. ഒരുമാതിരി കണ്ടീഷൻ സപ്ലൈ പോലത്തെ ഒരു സംഭവം ഇത്. കാരണം മഞ്ജുമ്മയ്ക്ക് നല്ലോണം അറിയാം അഞ്ചേച്ചിക്കും ഭർത്താവിനും കൊച്ചിനും ഈ കാര്യത്തിന് വരാൻ പറ്റില്ല എന്ന്. കാരണം അവർ ഇത്തിരിയല്ലേ ആയുള്ളൂ കാനഡയിൽ പോയിട്ട്. അപ്പൊ പിന്നെ അത് പ്രശ്നമില്ല. പക്ഷെ ഇവൾക്ക് ചെല്ലാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതങ്ങ് ആഭ്യന്തര പ്രശ്നമാക്കുകയും ചെയ്യും. എന്താ അല്ലേ? കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ രമ്യ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ടിപ്പോൾ അവൻ എന്തിനാ മോളെയും കൊണ്ട് പോയേക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല ടീച്ചറമ്മേ. ഞാൻ ആ സാറിനോട് പറഞ്ഞത് പെണ്ണ് മിനിഞ്ഞാന്ന് മുതൽ രാത്രി ഇത് കേട്ടപ്പോൾ മുതൽ വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുക. സാർ ഒന്ന് സംസാരിക്കാൻ. അതിന് അവളെയും കൊണ്ട് പോയതാണ് സർ. ടീച്ചർ ഒന്ന് മൂളിയതും ആമ്പൽ പറഞ്ഞറിഞ്ഞ കുടുംബ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും അവരെണ്ണാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ട് ആ കൊച്ചിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ മഞ്ജുവിനത് വേണ്ടാന്നങ്ങ് വെച്ചാ പോരെ. ടീച്ചറും അവരെ പോലെ പറഞ്ഞുപോയി. അത് ചെയ്യില്ലല്ലോ, അതല്ലേ ശരിക്കുള്ള കാര്യം. സിദ്ധാർത്ഥന്റെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് രമ്യ ഒന്ന് അമർത്തി മൂളി. നമുക്കിവിടെ ഇരിക്കാം. നാട്ടുമാവിന്റെ ചാഞ്ഞ കൊമ്പിലേക്ക് നോക്കി അവൻ ചോദിച്ചതും പെണ്ണ് മൂളിക്കൊണ്ട് അവിടേക്ക് ചെന്നിരുന്നു. ഇപ്പുറത്ത് തന്നെ അവനും ചാരി നിന്നു. അമലു, എന്താടാ? മുഖം കുനിച്ച് മൂളി നിൽക്കുന്നവൾക്കടുത്തേക്ക് ചെന്ന് അവൻ ആ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ.
അല്ലെന്ന രീതിയിൽ പെണ്ണ് തല വെട്ടിച്ചു. അങ്ങനെയല്ലല്ലോ, എന്തോ ഈ കുഞ്ഞിത്തലയിൽ ഒരുപാട് വിഷമം ഉണ്ടല്ലോ. എന്തേ, എന്നോട് പറയില്ലേ അമലു? അത്രയും ആർദ്രമായി ചോദിക്കെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എനിക്ക് അവിടെ പോണ്ട, ഇഷ്ടമല്ല. പെണ്ണ് ദേഷ്യത്തിലും സങ്കടത്തിലും ഒരുപോലെ പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ പോവണ്ട, തീർന്നില്ലേ പ്രശ്നം? കരയുന്ന പെണ്ണിന്റെ രണ്ട് കണ്ണുകളും തുടച്ചു കൊടുത്ത് അവൻ ആ മുഖം കൈക്കുമ്പിൾ എടുത്തു കൊടുത്തുകൊണ്ട് ചോദിച്ചു. പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല. ആ ചുണ്ടുകൾ പിന്നെയും വിതുമ്പി. ഇഷ്ടമില്ലാതെ പോകണ്ട. ഞാൻ അശോകേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് ഈ പോക്ക് മുടക്കിയേക്കാം. പോരെ, അതിനെ ആലോചിച്ച് നീ കരയല്ലേ. ഇത്തവണ അവളെ തോളിലൂടെ ചേർത്ത് നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചിരുന്നു ഏതൻ. അമ്മ സമ്മതിക്കില്ല. സങ്കടത്തോടെ പറയുമ്പോൾ ചാരി നിൽക്കുന്ന നെഞ്ചോ, അതിൽ കേൾക്കുന്ന ഹൃദയമിടിപ്പിൽ മുഴുങ്ങി നിൽക്കുന്ന അവളുടെ പേരോ ഒന്നും പെണ്ണ് ആ നിമിഷം ശ്രദ്ധിച്ചിരുന്നില്ല. ഉഫ്, ഇങ്ങനെ ഒരു പെണ്ണ്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.